മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 11-ാം വാക്യം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സ് 11. നിങ്ങൾ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക? ചില അവസരങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് യാതൊരു മറുപടിയും കിട്ടുന്നില്ലെന്ന് നമുക്ക് സംശയം തോന്നാറുണ്ട്. ദൈവം ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നിപ്പോകും. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവാൻ ദൈവം അനുവദിക്കുന്നതിന്റെ രഹസ്യമെന്താണ്? നമുക്ക് നാശം വരുത്താവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കും നാം പ്രാർത്ഥിക്കുന്നത്. അത്തരം പ്രാർത്ഥനകൾ അവഗണിക്കപ്പെടുമ്പോൾ നാം ചഞ്ചലചിത്തരാകാറുണ്ട്. വിശുദ്ധ പൗലോസിനെ ബാധിച്ചിരുന്ന ഏതോ ഒരു കുറവുണ്ടായിരുന്നു. തന്റെ ജീവിതത്തിലെ ഒരു മുള്ളായി പൗലോസ് അതിനെ പരിഗണിച്ചു. മുള്ളു മാറിപ്പോകണമെന്ന് പലതവണ പ്രാർത്ഥിച്ചെങ്കിലും അത് മാറിപ്പോയില്ല. എന്റെ കൃപ നിനക്ക് മതി എന്ന ഉറപ്പ് മാത്രമാണ് വിശുദ്ധ പൗലോസിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ലഭിച്ചത്. നാം ധനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, പക്ഷെ ആഗ്രഹിക്കുന്നത് പോലെ ലഭിക്കുന്നില്ല. ദൈവം നമ്മെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നതിനാലായിരിക്കും അത്തരം അപേക്ഷകൾ നിരസിക്കുന്നത്. അനേകരുടെ ആത്മീയവും മാനസികവും ധാർമ്മികവുമായ അധപ്പതനത്തിന് അതിരുകവിഞ്ഞ ധനലാഭം കാരണമായിട്ടുണ്ട്. നാം അഹങ്കാരികളും ദുർവൃത്തന്മാരും കരുണയില്ലാത്തവരും ദൈവാശ്രയമില്ലാത്തവരുമായി നമ്മുടെ വ്യക്തിത്വം തകരാതിരിക്കുവാൻ വളരെ ധനം ലഭിക്കാതിരിക്കുന്നത് ഒരുപക്ഷെ ആവശ്യമായിരിക്കും. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും മറുപടി ലഭിക്കാത്തതിന് ഇരുന്നേക്കാം. എല്ലാവരും നമ്മെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പുകഴ്ത്തുകയും ചെയ്താൽ നാം ആവശ്യങ്ങൾ ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച ശേഷം എളിമയില്ലാത്തവരായി തീരും. ലഭിക്കുന്ന ഏത് അനുഭവത്തിലും ദൈവത്തിന്റെ പിതൃത്വ കരുതലുണ്ടെന്ന് വിശ്വസിച്ച് സമ്മതിച്ചുകൊണ്ട് പ്രശാന്തരായിരിക്കും. നാം മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. മറുപടി എന്തായാലും അത് നന്മയെന്ന് വിശ്വസിക്കുകയും വേണം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.